നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് മലയാള സിനിമയെ നശിപ്പിക്കുന്നതെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഒരിക്കൽ പറഞ്ഞിരുന്നു. അവർ പറഞ്ഞത് വലിയ പുകിലുണ്ടാക്കി. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ സംഘടന അവർക്കെതിരെ തിരിയുകയും നിരവധി ആക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്തു. തനിക്കെതിരെ വധഭീഷണി വരെ ഉണ്ടായെന്ന് പിന്നീട് സാന്ദ്ര തോമസ് മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് പറയവെയാണ് ഈ ഒരു കാര്യം അവർ പറഞ്ഞത്. ഇപ്പോൾ സാന്ദ്ര തോമസിൻ്റെ വിഷയമല്ല നമ്മൾ എടുക്കുന്നത്. നടനും കോമഡിയനുമായ ഹരീഷ് കണാരൻ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയായ ബാദുഷയ്ക്കെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിച്ചു. തൻ്റെ കയ്യിൽ നിന്നും കടമായി 20 ലക്ഷം രൂപ വാങ്ങിയ ബാദുഷ പിന്നീട് പണം ചോദിച്ചപ്പോൾ അത് തിരിച്ചു തന്നില്ല എന്ന് മാത്രമല്ല, തൻ്റെ സിനിമകളിലെ തൻ്റെ ചാൻസുകൾ മുടക്കുക കൂടി ചെയ്തു എന്നാണ് ഹരീഷ് കണാരൻ പറയുന്നത്. കുറേ നാൾ താൻ ഇത് കേട്ട് മിണ്ടാതിരുന്നു. പക്ഷേ ഇനി പറയാതെ വയ്യ. ഇനി തനിക്ക് സിനിമ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോഗ്രാമുകളുമായി താൻ ജീവിച്ചു പോയിക്കോളാം എന്നാണ് ഇപ്പോൾ ഹരീഷ് കണാരൻ പറയുന്നത്. ഹരീഷ് കണാരന് മാത്രമല്ല, ധർമ്മജൻ ബോൾഗാട്ടിയെ പോലുള്ളവർക്കും ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് സിനിമാ ലോകത്ത് നിന്നും പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും പ്രൊഡക്ഷൻ കൺട്രോളർമാർ മലയാള സിനിമയെ നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. നേരത്തെ നിർമ്മാതാക്കളായിരുന്നു സിനിമയുടെ അവസാന വാക്കു. നിർമ്മാതാവും സംവിധായകനും ആയിരുന്നു യഥാർത്ഥത്തിൽ സിനിമയെ നയിച്ചുകൊണ്ടിരുന്നത്. നിർമ്മാതാവിൻ്റെ മാനേജർ, വിശ്വസ്തനായ മാനേജർ, ഇവരാണ് യഥാർത്ഥത്തിൽ സിനിമയെ നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ രംഗത്ത് വരികയും അവർ പുതിയൊരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത്. പലപ്പോഴും പല ചലച്ചിത്ര താരങ്ങളുടെയും ഡേറ്റുകൾ ബൾക്കായി ഇവർ ഒരു വർഷത്തെ ഡേറ്റുകളൊക്കെ വാങ്ങി വയ്ക്കുമത്രേ. ഇനി നിർമ്മാതാക്കൾക്ക് പ്രത്യേകിച്ചൊരു നടനെയോ അല്ലെങ്കിൽ നടിയെയോ അഭിനയിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അവർ ബന്ധപ്പെടേണ്ടത് ഈ നടനെയും നടിയെയും അല്ല, മറിച്ച് ഈ പ്രൊഡക്ഷൻ കൺട്രോളറെയാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഇവർക്ക് ഈ ഡേറ്റ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്, അനുവദിച്ചു കൊടുക്കുന്നത്. അത്തരത്തിൽ അപ്പോൾ ഒരു 10 ലക്ഷം രൂപ നിർമ്മാതാവ് ഒരു നടന് ശമ്പളമായി കൊടുക്കാൻ തീരുമാനിച്ചാൽ അതിലൊരു 2 ലക്ഷം രൂപ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് പോകും. ബാക്കി 8 ലക്ഷമേ ഈ നടന് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നേർപകുതിയായിരിക്കും. അങ്ങനെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ പ്രവർത്തിക്കുന്നതെന്നാണ് പൊതുവെ ഇപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് പറഞ്ഞു കേൾക്കുന്നത്. കാരണം പലപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഈ ഡേറ്റുകൾ വാങ്ങി വയ്ക്കും. ഒരു വർഷത്തെ ഒരാളുടെ ഡേറ്റുകൾ സമ്പൂർണ്ണമായി വാങ്ങി വെച്ചിട്ട് ആ ഡേറ്റുകൾ ആവശ്യമുള്ള നിർമ്മാതാവിന്, ഈ നടനെ ആവശ്യമുള്ള നിർമ്മാതാവിന് ആ ഡേറ്റുകൾ കൊടുക്കുകയും അങ്ങനെ നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമാണ്. നിർമ്മാതാവും നടനുമായിട്ടല്ല, നിർമ്മാതാവും ഈ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ടാണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ ആ സമയത്ത് കൊടുത്ത ഡേറ്റിന് സമയത്ത് ഈ നടൻ പോയി അഭിനയിക്കുകയും ഈ നടന് ലഭിക്കേണ്ട പണത്തിൻ്റെ ഒരു ഭാഗം കമ്മീഷൻ പോലെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം മലയാള സിനിമയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഹരീഷ് കണാരൻ്റെ ഈ പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. നേരത്തെ നടന്മാർക്കും നടിമാർക്കും മാനേജർമാരുണ്ടാകുമായിരുന്നു. മാനേജർമാരുമായിട്ടാണ് ഈ പലപ്പോഴും നിർമ്മാതാക്കൾ ബന്ധം വയ്ക്കാറുള്ളത്. അങ്ങനെയാണ് ഈ മാനേജർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നടൻ്റെ ആൾ തന്നെയാണ്. നടൻ പറയുന്നത് അല്ലെങ്കിൽ നടി പറയുന്നത് ചെയ്യുക എന്നാണ് അവരുടെ ജോലി. ആ നടൻ്റെയും നടിയുടെ ഒരു ജോലിക്കാരനാണ് നിർമ്മാതാവ് എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെയല്ല. അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഈ ഡേറ്റുകൾ ഇവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് ഈ ഡേറ്റുകൾ ആവശ്യമുള്ള സംവിധായകർക്ക് ഡേറ്റുകൾ കൊടുക്കുകയും അവരുടെ നിന്ന് പണം വാങ്ങുകയും അതിലൊരു ഭാഗം ഈ ശമ്പളമായി ഈ നടന് കൊടുക്കുകയും നടിക്ക് കൊടുക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള മ്യൂച്വൽ ആയിട്ടുള്ള രണ്ടുപേർക്കും പ്രയോജനമെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സിനിമാ രംഗത്തുള്ളവർ നമ്മളോട് പറയുന്നത്. ഏതായാലും ഇതേ തുടർന്ന് ഇപ്പോൾ ഈ ഹരീഷ് കണാരൻ്റെ ഈ ഒരു സംഭവം പുറത്തേക്ക് വന്നത്, അദ്ദേഹത്തിൻ്റെ പരാതി പുറത്തേക്ക് വന്നതിനെ തുടർന്നാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ ഈ നിരാളിപ്പിടുത്തം, അവരുടെ സ്വാധീനത്തെക്കുറിച്ചും സമ്മർദ്ദത്തെക്കുറിച്ചുമുള്ള പുതിയ ചർച്ചകൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. പലർക്കും ഇപ്പോൾ ഒരു നടൻ്റെയോ നടിയുടെയോ ഡേറ്റ് കിട്ടാൻ പ്രൊഡക്ഷൻ കൺട്രോളറെ സമീപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊട്ടും ആരോഗ്യകരമല്ല എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗം സിനിമാക്കാരുണ്ടെങ്കിലും അവരാരും ഇപ്പോൾ അത് തുറന്ന് പുറത്ത് പറയാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഹരീഷ് കണാരനെ പോലുള്ള ആൾക്കാർ മാത്രം നിവർത്തികേടുണ്ടായിരിക്കാം അദ്ദേഹം തുറന്ന് പറഞ്ഞത്. ഏതായാലും ബാദുഷ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറും നിർമ്മാതാവും ഒക്കെ അതിനെക്കുറിച്ച് മറുപടി പറയാറില്ല. ബാദുഷയുടെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ആരെയും കുറ്റക്കാരനാക്കാൻ നമുക്ക് കഴിയില്ല. രണ്ട് ഭാഗത്ത് ശരിയുണ്ടാവും, രണ്ട് ഭാഗത്ത് തെറ്റുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു സംസ്കാരം, ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാർ നടന്മാരുടെയും നടിമാരുടെയും ഡേറ്റുകൾ ബൾക്കായി വാങ്ങി വെച്ച് അത് വിൽപ്പന നടത്തുന്ന ഒരു സംസ്കാരം മലയാള സിനിമയിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് സിനിമയുടെ ആത്യന്തികമായി സിനിമയ്ക്ക് അത് പ്രയോജനം ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് സിനിമയിൽ കൂടുതലും. അത്തരത്തിൽ ഒരു ഒരു നിർമ്മാതാവിന് ഒരു നടനെ നടിയെ വേണമെങ്കിൽ അവരുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മാനേജറുമായിട്ടോ സ്റ്റാഫായിട്ട് സംസാരിച്ചത് ഉറപ്പിക്കുന്നതിന് പകരം ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ വിളിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല എന്ന് വെച്ച് വളരെ മികച്ച ഉയർന്ന നിലവാരമുള്ള പ്രൊഡക്ഷൻ കൺട്രോളർമാരൊക്കെ മലയാള സിനിമയിലുണ്ട്. വളരെ പ്രതിഭാധനരെന്ന് പറയാവുന്നവരുമുണ്ട്.
അത്തരത്തിലുള്ള ആളുകളും പിന്നീട് നിർമ്മാതാക്കളൊക്കെ ആയി മാറിയ പലരുമുണ്ട്. അവരുടെ പേര് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമല്ല. പക്ഷേ അവരൊക്കെ വളരെ വളരെ അന്തസ്സോടെ ഈ ജോലി ചെയ്തവരാണ്. അത് 90% ആളുകൾ വളരെ അന്തസ്സോടെ ഈ രംഗത്ത് ജോലി ചെയ്തവരാണ്. പക്ഷേ ചില അറിയാലോ, ചില ഏത് രംഗത്തായാലും സംഭവിക്കുന്ന ചില പുഴുക്കുത്തുകൾ ഇവിടെയും സംഭവിച്ചേക്കാം എന്ന് മാത്രം. ഏതായാലും ഇത്തരത്തിലുള്ളൊരു സംസ്കാരം വളർന്നു വരുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യകരമല്ലെന്നാണ് പ്രമുഖ നിർമ്മാതാക്കളടക്കമുള്ളവർ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർമാർ ബൾക്കായി ഡേറ്റ് വാങ്ങി വെച്ച് ആ ഡേറ്റ് വിൽപ്പന നടത്തുന്ന ആ ഒരു സംസ്കാരം ഇനി തുറന്നുകൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായി തീരും. അത് മലയാള സിനിമയെ നശിപ്പിക്കുമെന്നാണ് പല നിർമ്മാതാക്കളും പല ചലച്ചിത്ര പ്രവർത്തകരും നമ്മളോട് പറയുന്നത്.